സവാളയൊക്കെ വാട്ടി സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ. സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ഉണ്ടാവും കേട്ടോ. അതിലൊരു ഐറ്റമാണ് ഈ കക്ക റോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കറി മാത്രം മതിയിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് കാലിയാവാൻ. എനിക്കിതേ മുഴുവൻ കക്കയാണ് കിട്ടിയത്, അതുകൊണ്ട് കുറച്ച് പാടുപെടേണ്ടി വന്നു കേട്ടോ. കക്ക വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കക്കരച്ചൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ കറിച്ചട്ടിയിലേക്ക് ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ലേശം മീറ്റ് മസാലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കണ്ട കേട്ടോ. വേവണ സമയം കൊണ്ട് നമുക്ക് അതിന്റെ മസാല തയ്യാറാക്കാം. വേണ്ടി ഗ്രൈൻഡറിലേക്ക് ഒരു 13 വറ്റൽമുളക്, ഒരു ചെറിയ സവാള അരിഞ്ഞതും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം 2 കയ്യിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് 2 വേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാട്ടോ. ഈ ഇഞ്ചിയുടെ ചോ വലിയൊരു ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണത്. ഈ കക്ക വേവിച്ച വെള്ളമില്ല, അത് നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണേ. അതിനുശേഷം കക്കേനെ നമുക്ക് ഇതിലേക്ക് തട്ടാട്ടോ. കടുക് എന്ന് പറഞ്ഞ 2 ഇളക്കം ഇളക്കി ഞാൻ അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി 4ആയിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ഈ വെളുത്തുള്ളി അരിഞ്ഞിടുന്നത് കറിക്ക് ഒരു ഫ്ലേവറും മണമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഉണ്ട്, അതും ഇതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരണേ. അപ്പോൾ ഓക്കെ, ബൈ.